പ്രിയ സ്നേഹിതരെ, നമ്മൾ ഈ ഭൂമിയിൽ പാർക്കുമ്പോൾ ഈ ഭൂമി ഉരുണ്ടതാണെന്ന് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ കാഴ്ചയ്ക്ക് നോക്കിയാൽ ഭൂമി ഉരുണ്ടതാണെന്ന് പറയാൻ കഴിയുകയില്ല. ഇനി വിമാനത്തിൽ യാത്ര ചെയ്യുന്നവർ പോലും അത് ഭൂമി ഉരുണ്ടതാണെന്ന് കാഴ്ചയ്ക്ക് പറയാൻ പറ്റുകയില്ലെങ്കിലും പല തരത്തിലുള്ള കണക്കുകളും പല ശാസ്ത്രീയ നിയമങ്ങൾക്ക് അടിസ്ഥാനത്തിൽ പറയാൻ പറ്റും ഭൂമി ഉരുണ്ടതാണ് എന്ന്. എന്നാൽ ഈ ഭൂമി ഒരു കറങ്ങുന്നുണ്ട്, അതിൻ്റെതായ അച്ചുതണ്ടിൽ കറങ്ങുന്നുണ്ട് എന്നും ശാസ്ത്രം പറയുന്നു. അതുകൂടാതെ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നുണ്ട് എന്നുള്ളതും പറയുന്നു. ഇനി അതും നമ്മൾ നോക്കിയാൽ സൂര്യൻ കറങ്ങുകയാണോ ഭൂമി കറങ്ങുകയാണോ എന്ന് ഒരാളോട് ചോദിച്ചാൽ കാഴ്ചയിൽ അയാൾ പറയും ഭൂമി നിൽക്കുകയും അതിന് ചുറ്റും സൂര്യൻ കറങ്ങുകയുമാണ്, അല്ലെങ്കിൽ കിഴക്ക് ഉദിച്ച് പടിഞ്ഞാറേക്ക് യാത്ര ചെയ്ത് പടിഞ്ഞാറ് അസ്തമിക്കുന്നു, വീണ്ടും 12 മണിക്കൂറോളം കഴിയുമ്പോൾ വീണ്ടും അത് കറങ്ങി ഭൂമിയുടെ മറുവശത്ത് വന്ന് വീണ്ടും അത് ഉദിക്കുന്നു എന്നൊക്കെയാണ് കാഴ്ചയ്ക്ക് പറയാൻ കഴിയുക. എന്നാൽ ശാസ്ത്രം സംശയത്തിന് അതീതമായി തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഭൂമി കറങ്ങുകയാണ്, സൂര്യനല്ല കറങ്ങുന്നതെന്ന്. ഇനി ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നു, അതിന് ഏതാണ്ട് 364 ദിവസവും കുറച്ച് മണിക്കൂറുകളും വേണ്ടി വരുന്നു എന്നാണ് പറയുന്നത്. ഭൂമി അതിൻ്റെതായ അച്ചുതണ്ടിൽ തന്നെ കറങ്ങുന്നുണ്ട്, അതിന് ഏകദേശം 24 മണിക്കൂർ എടുക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇനി ഇങ്ങനെയൊക്കെ ആയിരിക്കെ ഈ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നതിനോടൊപ്പം തന്നെ മറ്റനേക ഗ്രഹങ്ങൾ, പണ്ടത് 9 ഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു, ഇപ്പോൾ അത് 8 ഉള്ളൂ. പിന്നീട് പറയുന്നു 8 ഗ്രഹങ്ങളും പല ഉപഗ്രഹങ്ങളും അതിനോട് ചേർന്നുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നു. ഈ അടുത്ത കാലത്ത് ജെയിംസ് വെബ് എന്ന് പറയുന്ന ഒരു ശൂന്യാകാശത്തെയുള്ള കാര്യങ്ങൾ പഠിക്കുവാനും നോക്കുവാനും മനസ്സിലാക്കുവാനൊക്കെയായി ഒരു ഉപഗ്രഹത്തോടൊപ്പം ശൂന്യാകാശത്തെ വിക്ഷേപിച്ച ഒരു ഒബ്സർവേറ്ററി അല്ലെങ്കിൽ ടെലസ്കോപ്പ് എന്നൊക്കെ നമുക്ക് സാധാരണ ഭാഷയിൽ പറയാവുന്ന ഒന്ന് ഈ അടുത്ത കാലത്ത് പുറത്തുവിട്ട ചില ചിത്രങ്ങൾ നിന്ന് വ്യക്തമാകുന്നത് സൂര്യനും അതിനു ചുറ്റുമുള്ള ഗ്രഹങ്ങളും കൂടാതെ ഇങ്ങനെ ധാരാളം സൂര്യനുകൾ, അല്ലെങ്കിൽ കുറച്ചുകൂടെ തെളിച്ച് പറഞ്ഞാൽ സൂര്യനെ ഒരു നക്ഷത്രമായിട്ടാണ് ശാസ്ത്രലോകം വിവരിക്കുന്നത്. അങ്ങനെയെങ്കിൽ സൂര്യൻ എന്ന നക്ഷത്രം, അതിന് ചുറ്റുമുള്ള ഗ്രഹങ്ങൾ കൂടാതെ അനേക ആയിരക്കണക്കിന് സൂര്യനുകൾ വേറെ ഉണ്ടെന്നും, അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ വേറെ ഉണ്ടെന്നും, ഇതേപോലെ മറ്റനേക നക്ഷത്രങ്ങൾ ഉണ്ടാകുകയും ചിലത് നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു എന്നൊക്കെയാണ് ഈ ശാസ്ത്രലോകം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതൊക്കെ എന്ത് വെളിവാക്കുന്നറിയാമോ? നമ്മുടെ കാഴ്ചയ്ക്ക് കാണാൻ കഴിയുന്നതിനൊരു പരിമിതിയുണ്ട്, നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിന് പരിമിതിയുണ്ട്. ഇന്ന് ജെയിംസ് വെബ് എന്ന് പറയുന്ന ഒരു ശൂന്യാകാശത്തുള്ള ടെലിസ്കോപ്പ് ഇന്ന് പല കാര്യങ്ങളും കണ്ടുപിടിച്ചപ്പോഴാണ് അറിയുന്നത് ആയിരക്കണക്കിന് സൂര്യനെ പോലെയുള്ള നക്ഷത്രങ്ങൾ ധാരാളം ശൂന്യാകാശത്തുണ്ടെന്നും അത് പുതിയത് ഉണ്ടായി വരുന്നെന്നൊക്കെയാണ് ഇന്നിപ്പോൾ പിന്നെയും വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയരെ, നമ്മളൊക്കെ ഈ ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ഒരു ചെറിയൊരു ജീവി മാത്രമാണ്. ഭൂമി നമ്മളെക്കാൾ എത്രയോ വലുതാണ്. അതിൽ ഏറ്റവും ചെറിയ ജീവിയായ അമീബ എന്നൊക്കെ നമ്മൾ പറയുന്ന ഒറ്റ കോശമുള്ള അമീബ മുതൽ അനേകം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കോശങ്ങളുള്ള മനുഷ്യൻ എന്ന നിലയിൽ നാം ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിപ്പാൻ യോഗ്യത ലഭിച്ചു എന്ന് പറയുന്നത് തന്നെ എന്തോ ഒരു വലിയൊരു കാര്യമാണ്. നമുക്ക് പലപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും മനസ്സിലാകാറില്ല. ഈ സർവത്തെയും സൃഷ്ടിച്ച, ശൂന്യാകാശത്തുള്ള ഗ്രഹങ്ങളും ഗോളങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ സൃഷ്ടിച്ച, അവയൊക്കെ നിയന്ത്രിക്കുന്ന, ഭൂമിയെ അതിൻ്റെ അച്ചുതണ്ടിൽ കറക്കുന്ന, സൂര്യന് ചുറ്റും കറക്കുന്ന ഒരു നിയന്ത്രിക്കുന്ന ദൈവം നമുക്കുള്ളപ്പോൾ ആ ദൈവം പറയുകയാണ് ദൈവത്തിൻ്റെ ആത്മാവിനെ നമുക്ക് തരാം. എന്തിനാണ്? ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ആത്മാവിനോട് ചേർന്ന് എന്നെ നിയന്ത്രിപ്പാൻ സാധിക്കേണ്ടത്. എന്നാൽ ഇങ്ങനെയുള്ള ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ച ഞാൻ
ദൈവത്താൽ നിയന്ത്രിക്കപ്പെടാൻ അനുവദിച്ചു കൊടുക്കുന്നില്ല എങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിയന്ത്രിപ്പാൻ കഴിയാത്ത വിധം നമ്മൾ അതിനെ അടക്കി വെക്കുക. അപ്പോൾ ഇത്ര വലിയ ദൈവത്തിൻ്റെ, ഇത്ര ശക്തമായ ദൈവത്തിൻ്റെ ശക്തിയെ നമ്മൾ പിടിച്ച് കെട്ടി വെക്കുക എന്നതുപോലെയാണോ നമ്മളൊക്കെ ചെയ്യുന്നത്? ചിന്തിച്ച് നോക്കണം. ദൈവം ചെയ്യുന്ന പ്രവൃത്തി എങ്ങനെയുള്ളത്? ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മൾ അനുവദിക്കുന്നുണ്ടോ ദൈവത്തിൻ്റെ ശക്തി നമ്മളിലൂടെ വെളിപ്പെടുത്താൻ എന്നുള്ളതൊക്കെ നാം ചിന്തിക്കണം. അപ്പോഴാണ് അറിയുന്നത് ഈ ദൈവത്തിൻ്റെ ശക്തിയെ നമ്മുടെ ജീവിതത്തെ അനുഭവിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ജീവിതം നമുക്കുണ്ടാകാൻ, ഒരു ധന്യമായ ഒരു ജീവിതം, ശുഭകരമായ ഒരു ജീവിതം നമുക്കുണ്ടാകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.